ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കഥാസന്ദർഭമാണ് പാലാഴി മഥനം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി എന്ന മഹാസമുദ്രം കടഞ്ഞെടുത്ത കഥയാണ് ഇന്ന് പറയുന്നത്. പാലാഴി മഥനം. ഒരു മനോഹര മലർമാല്യവും കൊണ്ട് ഏതാനും വിദ്യാധര സുന്ദരികൾ ഭൂലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്രിപുത്രനും ശിവാംശ സംഭൂതനുമായ ദുർവാസാവ് മുനിയെ കണ്ട് ആ മാല അദ്ദേഹത്തിന് അവർ സമ്മാനിച്ചു. മാമുനീന്ദ്രൻ ആ പുഷ്പഹാരം ദേവനാഥനായ ഇന്ദ്രന് ദാനം ചെയ്തു. മഹർഷിയുടെ സന്നിധിയിൽ വെച്ചു തന്നെ മഹേന്ദ്രൻ ആ മാല്യം തന്റെ മൗലിയിൽ ചൂടുവാനൊരുങ്ങി. ഐരാവതത്തിന്റെ മസ്തകത്തിന്മേൽ അത് വെച്ചിട്ട് അത് അണിയാൻ തക്കവണ്ണം അമരേന്ദ്രൻ തന്റെ വേണീബന്ധം അഴിച്ച് വിരലുകളാൽ കോതി വകയുന്ന സമയം മാലയിൽ നിന്നും നിർഗമിച്ച ഹൃദ്യമായ പരിമളത്താൽ ആകൃഷ്ടരായി അണഞ്ഞ അളിവൃന്ദങ്ങൾ ഹസ്തീന്ദ്രന്റെ കണ്ണുകളിലും കർണങ്ങളിലും കയറി ശല്യപ്പെടുത്തിയതിനാൽ ആ ഗജശ്രേഷ്ഠൻ തുമ്പിക്കൈ ഉയർത്തി മസ്തകത്തിൽ നിന്നും മാല വലിച്ചു താഴത്തിട്ട് ചവിട്ടി പൊടിച്ചു കളഞ്ഞു. ദുർവാസാവ് അതുകൊണ്ട് കോപാന്തനായി ശപിച്ചു. എടാ ധിക്കാരിയായ ഇന്ദ്ര, ഞാൻ തന്ന മാലയെ നീ തെല്ലും ബഹുമാനിക്കാതെ നിന്റെ വാഹനമായ ഐരാവതത്തെ കൊണ്ട് ചവിട്ടിപ്പൊടിപ്പിച്ചതിനാൽ നിനക്കും നിന്റെ വംശത്തിനും ജരാനര വന്ന് ഭവിക്കട്ടെ. ഉംബർകോൻ ഭയാക്രാന്തനായി വാരണവീരന്റെ പുറത്തുനിന്നും താഴെയിറങ്ങി ദുർവാസാവിന്റെ മുമ്പിൽ ചെന്ന് താണു വീണ് തൊഴുതുകൊണ്ട് മാപ്പിരന്നു. മഹാമുനെ, അടിയൻ അഹങ്കാരമോ അവിവേകമോ ഒന്നും കാണിച്ചില്ല. വിവേകബുദ്ധിയില്ലാത്ത ആനയുടെ ചേഷ്ടിതത്തിന് അടിയനെ ശപിച്ചത് സങ്കടമാണ്. ശാപമോചനം നൽകി അടിയനെ അനുഗ്രഹിക്കണം. ശാന്തനായി തീർന്ന അത്രിപുത്രൻ നിവദിച്ചു. ഞാൻ ശപിച്ചത് ഇനി തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം സേവിച്ചാൽ ശാപമോചനം സിദ്ധിക്കും. എന്നു മാത്രമല്ല, അമൃതം ഭക്ഷിച്ചാൽ രോഗമരണാദികളും ആർക്കും ഉണ്ടാകുന്നതല്ല, നിത്യ യൗവനവും സിദ്ധിക്കും. ഈ വിധം ഉരച്ച് മാമുനീന്ദ്രൻ പറഞ്ഞു. ദുർവാസാവിന്റെ ശാപവൃത്താന്തം ദേവലോകത്ത് അമരന്മാർ അറിഞ്ഞു. അവർ ആകെ പരിഭ്രാന്തരായി. എല്ലാവരും കൂടി സത്യലോകത്തു ചെന്ന് ബ്രഹ്മദേവന്റെ മുമ്പിൽ സങ്കടമുണർത്തിച്ചു. തൽക്ഷണം തന്നെ വിരിഞ്ചൻ വിബുധന്മാരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. മുക്കണ്ണനെ കണ്ട് അവർ സങ്കടം ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ശ്രീനാരായണനാണ്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാം. അങ്ങനെ മഹേശ്വര വിരിഞ്ചാദികളും ദേവവൃന്ദങ്ങളും സനക നാരദാദി മുനികളും ചേർന്ന് നേരെ പാലാഴിയിലേക്ക് തിരിച്ചു. മഹാവിഷ്ണു ആ സമയം പള്ളി നിദ്ര ചെയ്യുകയായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ അനന്തശായി അക്ഷികൾ തുറന്ന് അവരെ പരിവീക്ഷിച്ച് ഒന്ന് മന്ദഹസിച്ചു. ആ സമയം മൂർത്തികൾ മൂവരും ഒന്നായി ഭവിച്ച് ഒരേ ആകൃതിയിൽ മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ കാണപ്പെട്ടു. സാക്ഷാൽ ഏകമായ പരബ്രഹ്മം മായയെ അവലംബിച്ച് ത്രിമൂർത്തികളായി പിരിഞ്ഞിരിക്കുകയാണെന്നുള്ള തത്വബോധം അവർക്കപ്പോഴുണ്ടായി. ക്ഷണനേരം കൊണ്ട് ആ ഏകത്വം ബഹുത്വങ്ങളാൽ 3 രൂപങ്ങളായി വേർപിരിയുകയും ചെയ്തു. പുരാന്തകൻ മുരാന്തകനെ ശാപവൃത്താന്തം ധരിപ്പിച്ചു. പത്മസംഭവൻ പാലാഴി മഥനം ചെയ്യേണ്ട ആവശ്യകതയും അനുസ്മരിപ്പിച്ചു. അപ്പോൾ അരവിന്ദലോചനൻ അരുളി ചെയ്തു, ദേവകളും അസുരകളും തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യങ്ങൾ മറന്ന് പരസ്പരം യോജിച്ചു വേണം മഥനം ആരംഭിക്കുവാൻ. പാശമായി വാസുകിയെയും മത്തായി മന്ദരപർവ്വതത്തെയും ഉപയോഗിക്കേണ്ടി വരും. എല്ലാവരും അത് സമ്മതിച്ചു. അസുരന്മാരെ ക്ഷണിക്കുവാൻ വിഷ്ണു പാർഷദന്മാർ ദാനവ സഭയിൽ ചെന്നു. ചക്രവർത്തിയായ മഹാബലിയടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു തങ്ങളെ കബളിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിൽ ദൈത്യന്മാർ ആ ക്ഷണം സ്വീകരിച്ചില്ല. ഉടനെ മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി. ഇനി മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ ആരെയാണ് അയക്കേണ്ടതെന്ന് ആലോചനയായി. പരമശിവൻ അതിനായി തന്റെ ഭൂതഗണങ്ങളെ നിയോഗിച്ചു. അവർ എല്ലാവരും കൂടി പോയി കഴിവുറ്റ് പരിശ്രമിച്ചിട്ടും ആ ശൈലത്തെ ഒന്നനക്കാൻ പോലും കഴിഞ്ഞില്ല. ക്ഷീണിച്ചു നിരാശനായി അവർ തിരിച്ചു വരുന്നത് കണ്ട് ഉൽപ്പലക്ഷണൻ തന്റെ തൽപ്പമായ സർപ്പേശനോട് ഗിരിപ്രവരനെ എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ആദിശേഷൻ ഉടനെ ചെന്ന് ആ ശൈലത്തെ തെല്ലും ആയാസം കൂടാതൊരു കടുകുമണി എന്ന വണ്ണം തന്റെ പത്തിന്മേൽ വഹിച്ച് ഭഗവൽ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇനി വാസുകിയെ കൊണ്ടുവരണം. അതിനായി വിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ നിയോഗിച്ചു. പരമശിവന്റെ ആഭരണമായ വാസുകി കൈലാസത്തിലാണ്. അഹങ്കാരത്തോടെ വൈനതയൻ അങ്ങോട്ട് പറന്നു. തന്നെ കൊത്തിയെടുത്തു കൊണ്ടുപോയിക്കൊള്ളുവാൻ
ഫണീന്ദ്രൻ സമ്മതിച്ചതനുസരിച്ച് ഖഗപ്രവരൻ അവനെയും കൊത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. വാസുകിയുടെ അന്തമില്ലാത്ത വാല് ഭൂതലത്തിൽ കിടക്കുന്നു. ഗരുഡൻ വീണ്ടും താഴെ വന്ന് അതും കൂടി കൊത്തിയെടുത്തുകൊണ്ട് മേൽപോട്ടുയർന്നു. അപ്പോഴും അഹിപ്രവരന്റെ പകുതിയിലേറെ ശരീരവും ഭൂമിയിൽ തന്നെ കിടക്കുകയാണ്. ഗരുഡൻ പിന്നെയും താഴെ വന്ന് വീണ്ടും കൊത്തിക്കൊണ്ടുയർന്നു. അപ്പോഴും വാസുകി അന്തമില്ലാത്ത നീളത്തിൽ ഭൂമിയിൽ തന്നെ കിടക്കുന്നു. അവസാനം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ഉരകപ്രവരനെ കൊത്തിയെടുത്തു കൊണ്ടുപോകുവാൻ ഗരുഡന് സാധിക്കാതെ നിരാശനായി നീരജനയനന്റെ മുൻപിൽ ചെന്ന് നാണിച്ച് തല കുനിച്ചു നിന്നു. അതുകണ്ട് ചന്ദ്രചൂഡൻ ഒരു ചെറുപുഞ്ചിരിയോടെ തന്റെ വാമഹസ്തം മെല്ലെ ഒന്ന് മുൻപോട്ട് നീക്കി. ഉത്തരക്ഷണത്തിൽ ആ ഉരകപ്രവരൻ ആ കരത്തിന്മേൽ ഇഴഞ്ഞു കയറി ഒരു കാഞ്ചന കങ്കണം എന്ന പോലെ ചുറ്റിക്കിടന്നു. ക്ഷീരസാഗര മഥനത്തിന് എല്ലാ ഒരുക്കങ്ങളും തികഞ്ഞു. മന്ദരത്തെ മത്താക്കി ആഴിയിലിട്ടുകൊണ്ട് വാസുകിയെ പാശമാക്കി മഥനം ആരംഭിച്ചു. അഹീന്ദ്രന്റെ തലയുടെ ഭാഗത്ത് അസുരന്മാരും പുച്ഛഭാഗത്ത് ദേവന്മാരും പിടിച്ചു. പുച്ഛഭാഗം ആദ്യം അസുരന്മാർക്കാണ് നൽകിയത്. വാൽഭാഗം പിടിക്കുന്നത് തങ്ങൾക്ക് കുറച്ചിലാണെന്നു പറഞ്ഞ് പിന്നീടവർ തലയ്ക്കൽ ഭാഗത്ത് മാറ്റി പിടിക്കുകയാണ് ചെയ്തത്. പാലാഴി മഥനമെന്ന മഹായത്നത്തിൽ വാനര ശ്രേഷ്ഠന്മാരായ ബാലി സുഗ്രീവന്മാരും പങ്കുകൊണ്ടിരുന്നു. പാൽക്കടൽ ഘോരഘോരം കടയാൻ തുടങ്ങി. സാഗരം ക്ഷോഭിച്ച് കലങ്ങി പതഞ്ഞുയർന്നു. ഉത്തുംഗ തരംഗജാലങ്ങൾ ഉഗ്രമായി ഇളകിമറിഞ്ഞു. മന്ദരം ചെരിയാതെ അതിശക്തനായ ബാലി ഒറ്റയ്ക്ക് അത് പിടിച്ചുകൊണ്ടു നിന്നു. എങ്കിലും മഥനത്തിന്റെ അത്യുഗ്രശക്തിയാൽ പർവ്വതം വാസുകിയുടെ ബന്ധം വിട്ട് വഴുതി ആഴിയുടെ അഗാധമായ അധോഭാഗത്തേക്ക് താഴുന്നു. ദേവാസുരന്മാരും മഹർഷികളും അതുകണ്ട് അമ്പരന്നു നിന്നുപോയി. ആ സമയം ജഗന്മയനായ ജനാർദ്ദനൻ ഒരു ആമയായി അവതരിച്ച് പർവ്വതത്തെ തന്റെ മുതുകിലേറ്റി മേൽപോട്ടുയർത്തി ആവശ്യത്തിലധികമായി അജലം അമ്പരവീതിയിലേക്ക് ഉയർന്നപ്പോൾ അംബോജനാഭൻ ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിന്റെ മുകളിൽ പറന്നിരുന്ന് അതിനെ കീഴോട്ടു താഴ്ത്തി ജലനിരപ്പിനു സമം നിർത്തി. മഥനം വീണ്ടും ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയാൽ വാസുകി ആകെ വലിഞ്ഞുലഞ്ഞു ക്ഷീണിച്ച് കത്തിജ്വലിക്കുന്ന ഹാലാഹലമെന്ന കൊടിയ വിഷം ഛർദിച്ചു. ആ ഘോരമാരകമായ കാളകൂട വിഷം ഭൂതലത്തിൽ പതിച്ചാൽ സർവവും വെന്തു വെണ്ണീറാകുമെന്നു കണ്ട് കരുണാവാരിധിയായ മാരവൈരി അത് തന്റെ തൃക്കൈയിൽ വാങ്ങി സ്വയം ഭക്ഷിച്ചു. അത് ഉദരത്തിലെത്തിയാൽ ആത്മവല്ലഭന ജീവഹാനി നേരിടുമെന്ന് ഭയന്ന് ഉമാദേവി അത് കീഴോട്ടിറങ്ങാതിരിക്കുവാൻ വേണ്ടി പ്രാണപതിയുടെ ഗളതലം പാണിപങ്കജം കൊണ്ട് അമർത്തി പിടിച്ചു. അത് ഛർദിക്കാതിരിക്കുവാൻ വേണ്ടി മറ്റേ കൈകൊണ്ട് വക്ത്രവും പൊത്തിപ്പിടിച്ചു. ആ വിഷം മഹേശ്വരന്റെ കണ്ടത്തിൽ തന്നെ ഇരുന്ന് ഉറച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഗളപ്രദേശത്ത് ഒരു നീലവർണം പകർന്ന് തിരുനീലകണ്ഠനായി വിളങ്ങി. സാഗരം പിന്നെയും മഥനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അനുക്രമമായി സുരഭി എന്ന കാമധേനു, ഉച്ചൈശ്രവസ് എന്ന ശ്രേഷ്ഠമായ കുതിര, ഐരാവത സദൃശമായ 4 കൊമ്പുള്ള വെള്ളാന, രത്നപ്രഭമായ ചന്ദ്രക്കല, നിസ്തുല കാന്തിയെഴുന്ന കൗസ്തുഭരത്നം, പാരിജാതം, കൽപ്പക വൃക്ഷം, താരയെന്ന സുന്ദരീധാമം, അപ്സര നാരികൾ, വാരുണി എന്ന മദ്യം തുടങ്ങിയവ ക്ഷീരസാഗരോപരി വന്നു പൊങ്ങി. അവയിൽ സുരഭിയെ മഹർഷിമാരും ഉച്ചൈശ്രവസിനെയും വെള്ളാനയെയും ദേവേന്ദ്രനും, ചന്ദ്രക്കലയെ പരമശിവനും, കൗസ്തുഭത്തെ മഹാവിഷ്ണുവും, താരയെ ബാലിയും, പാരിജാതത്തെയും കൽപ്പതരുവിനെയും അപ്സര നാരികളെയും ദേവകളും, വാരുണിയെ അസുരന്മാരും കൈവശപ്പെടുത്തി. പിന്നീട് ആഴിയിൽ നിന്നും ഉയർന്നത് ജ്യേഷ്ഠ എന്ന അമംഗള നാരിയാണ്. ഐശ്വര്യം കെട്ടവളായതുകൊണ്ട് അവളെ ആരും സ്വീകരിച്ചില്ല. അതുകണ്ട് കൈഡഭാരി വിഷ്ണു കനിഞ്ഞരുളി, നീ ജ്യേഷ്ഠയാണ്. പ്രഭാതത്തിൽ അടിച്ചുതളിയില്ലാത്ത ഗൃഹത്തിലും മദ്യശാലയിലും തസ്കര സംഘത്തിലും മാതൃദ്വേഷിയിലും രജസ്വലയുടെ ശയ്യയിലും മലിനവേഷധാരികളിലും ഗോമുഖത്തും നീ യഥേഷ്ടം അധിവസിച്ചുകൊള്ളുക. ജ്യേഷ്ഠ അന്തർധാനം ചെയ്ത ഉടനെ പാലാഴി മധ്യത്തിൽ നിന്നും മുളച്ച ഒരു പൊൽചന്താമര സൂനത്തിൽ 4 പാടും ദിവ്യപ്രഭ വിതറിക്കൊണ്ട് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു. ആ ജഗന്മോഹിനി കരതലത്തിൽ ഒരു വരണമാലയുമേന്തി മന്ദം മന്ദം മുന്നോട്ടു വന്ന് മധുസൂദനന്റെ മനോഹര ഗളതലത്തിൽ ആ മാല്യം അർപ്പിച്ചു. ഭഗവാൻ ആ ദേവിക്ക് തന്റെ തിരുമാറിൽ സ്ഥാനവും നൽകി. ആ സമയം നീലാംബരത്തിൽ ഒരു അത്ഭുത തേജസ് പ്രകാശിച്ചു.
ദേവവൃന്ദങ്ങളും മഹർഷികളും പരമാനന്ദ തുന്തിലരായി നൃത്തം ചെയ്തു. നാരദൻ വിഭജികയിൽ ഗീതങ്ങൾ ആലപിച്ചു. ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി. മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. ആ സന്തോഷ കോലാഹലത്തിനിടയിൽ സുവർണ ചഷകത്തിൽ പീയൂഷവുമായി ധന്വന്തരമൂർത്തി ജലോപരി വന്നു പൊങ്ങി. ദാനവന്മാരാണ് അത് ആദ്യം കണ്ടത്.